നിങ്ങൾ മുടി ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേളി ഹെയറാണ് നിങ്ങൾക്കുള്ളത്. അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറയട്ടെ. ഷാമ്പുവും കണ്ടീഷണറും മാത്രം ഇട്ട് തല കഴുകിയിട്ട് വന്ന ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഈ ബെയർ അനാട്ടമിയുടെ ഒരു ലീവ് ഇൻ കണ്ടീഷണർ മാത്രം. അത്യാവശ്യം ഒരു എമൗണ്ട് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കയ്യിലൊന്ന് റബ്ബ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തേച്ച് വിടുക. ഞാൻ ഒത്തിരി പ്രൊഡക്റ്റ് നടക്കാറില്ല കേട്ടോ, നല്ല പിശുക്കി എൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തലയിൽ ഒരുമാതിരി ഒട്ടിയ പോലത്തെ ഒരു ഫീലും വരും. അപ്പം ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഇത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ഒരു ചീപ്പ് ഞാൻ ഏതോ റീൽസിലൊക്കെ കണ്ടിട്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഇത് അടിപൊളിയാണ്, സൂപ്പറായിട്ട് ഇത് ഇതാവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൊത്തത്തിൽ ആ പ്രൊഡക്റ്റ് ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കോംബ് ചെയ്ത് കൊടുക്കും. അത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാർട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കോംബ് ചെയ്ത് അങ്ങനെ തന്നെ ഇടും. അതിനകത്ത് ഇനി നമ്മൾ കൂടുതൽ പണിയാനൊന്നും പോകണ്ട, 10 മിനിറ്റിൽ കാര്യം കഴിയും. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്ത് ജസ്റ്റ് അവിടെ അത് കഴിഞ്ഞു, ആ പാർട്ട് കഴിഞ്ഞു. ഇതാ ഞാൻ എയർ ഡ്രൈ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഹെയർ ജെൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു ലിവിങ് കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബെയർ അനാട്ടമി ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ്. ഈ ബ്രാൻഡിൻ്റെ കണ്ടു എന്ന് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്, എനിക്ക് എൻ്റെ പ്രൊണൗൺസിയേഷൻ അറിയില്ല, ഞാൻ അതിനെ കണ്ടു എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലിവിങ് കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ജെല്ലും, ഗേൾസ് ഹോൾഡിങ് ജെൽ എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ മാക്സിമം യൂസ് ചെയ്യാറില്ല. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഡിഫൈൻഡ് ആയിട്ട് കിടക്കണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനൊരു 1.5 hours എയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മുടിയുടെ എൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് കേളിംഗ് ക്രീം ഇല്ല, ലിവിങ് കണ്ടീഷണർ മാത്രം ഇട്ടിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ടപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡിഫൈനിങ് ആയിട്ട് ഷൈനിങ് ആയിട്ട് ഗേൾസ് ഒക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലിവിങ് കണ്ടീഷണർ ആഡ് ചെയ്യാം, കേളിംഗ് ക്രീം ഇടാം, ജെല്ലിട്ടിട്ട് അത് സെറ്റ് ചെയ്യാം. അങ്ങനെ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചത്. അപ്പൊ ഇതേപോലെ ഇനി കേളി ഹെയർ റുട്ടീനോ അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇനിയും അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഓരോ മെത്തേഡ്സ് ആയിട്ട് ഇടാം.